ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 91. ഇന്ന് നമ്മൾ മണ്ഡലം 1 അനുഭാഗം 8 സൂക്തം 36 1 മുതൽ 5 വരെയുള്ളതാണ് നോക്കുന്നത്. ഇവിടെ അഗ്നിയെ പറ്റിയുള്ള പരാമർശമാണ്. ദേവത അഗ്നിയാണ്. അഗ്നി എന്നത് ഊർജമായിട്ട് കാണുന്നു. നമുക്ക് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കരം, ദ്രവം, വാതകം. പിന്നെ അഗ്നി, അതാണ് ഊർജം. ഇപ്പോൾ ഊർജത്തിന് പല രൂപങ്ങളുണ്ട്. ആ എല്ലാ രൂപങ്ങളെ പറ്റിയുള്ള പരാമർശമാണ് ഈ ഋഗ്വേദ മന്ത്രങ്ങളിലൂടെയെല്ലാം പറഞ്ഞു തരുന്നത്. ഊർജത്തെ പലതരം സ്വഭാവങ്ങൾ അതിനെങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. അത് വളരെ വലിയൊരു സയൻസ് വിഷയമാണ്. ഊർജത്തെപ്പറ്റി പഠിക്കുമ്പോൾ ഫിസിക്സിൽ ഊർജത്തെപ്പറ്റി പഠിക്കും, കെമിസ്ട്രിയിൽ പറ്റി പഠിക്കും, പലയിടത്തും അതിൻ്റെ ഉപയോഗത്തെപ്പറ്റി പഠിക്കും. നമ്മുടെ ശരീരത്തിൽ തന്നെ ഊർജം ഉപയോഗിച്ചിട്ടാണ് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ ഏത് ഊർജമില്ലാത്ത ഒരു വിഷയമില്ല. എല്ലാ വിഷയത്തിലും ഊർജം. മനുഷ്യൻ സോഷ്യൽ സ്റ്റഡീസിൽ പോലും ചരിത്രത്തിൽ പോലും മനുഷ്യൻ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്ത്, ഇപ്പം ഗാന്ധിജീൻ്റെ കാലത്തെല്ലാം സമരം ചെയ്തിട്ട് അതെല്ലാം ഊർജത്തിൻ്റെ സഹായത്താലാണ്. ശരീരബലത്തിൻ്റെ ശക്തി, മനുഷ്യൻ്റെ ശരീരശക്തി, ബലം, അതെല്ലാം പ്രഭാഷണം നടത്തുന്നത് അതെല്ലാം ഊർജമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇപ്പം ലോകത്തിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഊർജമുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ ആ ഊർജത്തിൻ്റെ വിവരണം എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ്. അതാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഓരോ വരികളിലും സൂക്ഷ്മമായിട്ട് ചിന്തിച്ച് പോകുമ്പോൾ അത് പല വിഷയങ്ങൾ വരുന്നുണ്ട്. നമുക്കെന്നാലും ചുരുക്കിയിട്ട് നോക്കിക്കൊണ്ട് പോകാം. അല്ലാതെ മുഴുവനൊന്നും പറഞ്ഞ് ഇവിടെ തീർക്കാൻ പറ്റില്ല. കാരണം ഊർജത്തിനെ പറ്റി പറഞ്ഞാലും തീരാത്തതുള്ളൂ. അതുകൊണ്ടാണ് വേദങ്ങളിലെ പ്രധാനപ്പെട്ട ദേവത എന്ന് പറയുന്നത് അഗ്നിയാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തേൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 അനുഭാഗം 8 സൂക്തം 36 1. ഋഷി ഘോരൻ്റെ മകൻ കണ്വൻ. ദേവത അഗ്നി. ഛന്ദസ് ബൃഹതി. പ്രഭോ യഹ്യം പുരാണാം വിശാം ദേവയതീനാം അസഗ്നീം സൂക്തേഭിർവാജോഭിരീമഹേ യം സീമിതന്യ ഈളതേ. അസംഖ്യരായ മനുഷ്യർ ദേവതകളെ പ്രതീക്ഷിക്കുന്നു. മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ മഹാനായ അഗ്നിയെ സൂക്തങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നു. മറ്റുള്ളവരും സ്തുതിക്കുന്നു. ഇവിടെ മനുഷ്യരോട് പറയാണ്, നിങ്ങൾ അസംഖ്യരായ നിങ്ങൾ, അതായത് എല്ലാ മനുഷ്യരും, കോടിക്കണക്കിന് മനുഷ്യരുണ്ട്, ജീവജാലങ്ങളുണ്ട്. അവരെല്ലാം തന്നെ ഊർജത്തെ ആശ്രയിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അസംഖ്യരായ നിങ്ങൾ എല്ലാ ദേവതകളെയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ദേവതകളെ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേവതകളാണ്. ദേവന്മാരും അസുരന്മാരും. ദേവന്മാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണം ചെയ്യുന്ന, നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന എന്തെല്ലാം ഉണ്ടോ, നമ്മുടെ സുഖത്തിന് വേണ്ടി എന്തെല്ലാം നിൽക്കുന്നുവോ അതെല്ലാം ദേവന്മാരും, നമുക്ക് ദോഷമായി പ്രവർത്തിക്കുന്നതെല്ലാം അസുരന്മാരുമായിട്ട് കാണണം. ഇപ്പം കാറ് ദേവതയാണ്, ജലം ദേവതയാണ്, ഭക്ഷണം ദേവതയാണ്, വായു ദേവതയാണ്, നദി ദേവതയാണ്. കാരണം ഇതെല്ലാം നമുക്ക് സഹായകരമാണ്. നമ്മുടെ നിലനിൽപ്പിന് ഇതെല്ലാം ആവശ്യമാണ്. അതാണ് ദേവതകൾ. അപ്പം അഗ്നിയോ സ്വാഭാവികമായിട്ട് അഗ്നി ദേവത തന്നെയാണ്. അപ്പം മറ്റുള്ള ദേവതകളെ പ്രതീക്ഷിക്കുമ്പോൾ ഇവരെന്ത് പറയുകയാണ്? നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അഗ്നിയെ സൂത്രവചനങ്ങളാൽ
അല്ലെങ്കിൽ സൂക്ത വചനങ്ങളാൽ സ്തുതിക്കുകയാണ്. അപ്പം എന്ത് കാര്യം വസ്തുക്കളെ നേടാൻ, വസ്തുക്കളെല്ലാം ദേവതകളാണ്, പ്രപഞ്ചത്തിൽ എന്ത് നേടാനും നിങ്ങൾ എന്ത് വേണം? അഗ്നിയെ ഊർജത്തിൻ്റെ സഹായത്താലേ പറ്റൂ. നമുക്ക് ഭക്ഷണം എന്നൊരു ദേവത വേണമെന്ന് വെച്ചോ, ആ ദേവതയെ കിട്ടണമെങ്കിൽ അഗ്നി ഉപയോഗിച്ചിട്ട് പാകം ചെയ്യണം, എങ്കിലേ ഭക്ഷണം കിട്ടുള്ളൂ. ഇപ്പം വെള്ളം വേണം. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, തണുത്ത വെള്ളമൊന്നും ഡോക്ടർമാർ പറയും കുടിച്ചു കഴിഞ്ഞാൽ പകർച്ചവ്യാധി വരും. അതേസമയം വെള്ളം കുടിക്കുകയും വേണം. അപ്പോൾ എന്താ ചെയ്യുക? അഗ്നി ഉപയോഗിച്ചിട്ട് ചൂടാക്കിയിട്ട് കുടിക്കും. എന്ത് ഇപ്പം സംസാരിക്കണ്ടെങ്കിലും നമ്മളെ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്നുള്ള ഊർജം എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. ഏത് വാഗ്ദേവത, അപ്പം വാഗ്ദേവത കിട്ടണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് അതിലെ ഊർജം എടുക്കണം. ഏത് ദേവതകളെ കിട്ടണ്ടെങ്കിലും നമ്മൾ എന്ത് വേണം? അഗ്നിയെ ആശ്രയിക്കണം. എങ്ങനെ? സ്തുതികളാണ്. വേദങ്ങളിൽ അല്ലെങ്കിൽ സയൻസ് പുസ്തകങ്ങളിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കണം. ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞു, വെള്ളത്തിലോട്ട പകർച്ചവ്യാധികളെല്ലാം ജലകാലത്ത് പകരും. പകർച്ചവ്യാധികൾ പറയുമ്പോൾ ഗവൺമെൻറ് പറയും വെള്ളം ചൂടാക്കിയിട്ട് കുടിക്കാൻ പാടുള്ളൂ. അപ്പോൾ അവയുടെ സ്തുതിയുടെ അടിസ്ഥാനത്തിൽ കുടിക്കാനാണ് പറയുന്നത്. എന്ത്? അഗ്നി ഉപയോഗിച്ചിട്ട് ചൂടാക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ബാക്ടീരിയ, വൈറസുകളെല്ലാം നശിച്ചോളും. അപ്പോഴും അവിടെ ഒരു സ്തുതിയുണ്ട്. എത്ര വരെ ചൂടാക്കണമെന്ന് ചോദിച്ചാൽ തിളക്കുന്ന വരെ ചൂടാക്കണം എന്ന് പറയും. അല്ലാതെ വെറുതെ ഒന്ന് വെള്ളം വെച്ചു അഗ്നി ചൂടാക്കിയാൽ പോരെ. എത്ര വരെ ചൂടാക്കണം? 100 ഡിഗ്രി വരെ ചൂടാക്കണം, നല്ലവണ്ണം തിളപ്പിക്കണം. അപ്പോൾ ഇതെല്ലാം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ എന്ത് കർമ്മം ചെയ്യാം? നമുക്കിപ്പോൾ ഒരു കാർ ഉണ്ടാക്കണം. മറ്റുള്ള ദേവതകൾ, വസ്തുക്കളെല്ലാം ഇവിടെയുണ്ട്. ഇരുമ്പ് എല്ലാം ഇവിടെയുണ്ട്. അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നിയുടെ ഊർജമില്ലാതെ ഒന്നും കാർ ഉണ്ടാക്കാൻ പറ്റില്ല. ഉരുക്കിയെല്ലാം ഒഴിച്ചിട്ടല്ല, അച്ചിലെല്ലാം ഒഴിച്ചിട്ടെല്ലാണല്ലോ ഈ രൂപത്തിലെല്ലാം ആക്കിയെടുക്കുന്നത്. അപ്പം അഗ്നിയുടെ സഹായത്താലും സ്തോത്രങ്ങളുടെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ദേവതകളെയും നിങ്ങൾക്ക് ഏത് തരം ദേവതകളെയും നമുക്ക് ഉപകാരപ്രദമായ എന്ത് വസ്തുക്കളെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആരെ ആശ്രയിക്കണം? അഗ്നിയെ എങ്ങനെ ആശ്രയിക്കണം? സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആശ്രയിക്കണം. എല്ലാവരും അദ്ദേഹത്തെ സ്തുതിക്കുന്നു എന്ന് പറയുകയാണ്. നമ്മൾ മാത്രമല്ല, എല്ലാവരും സ്തുതിക്കുകയാണ്. സയൻസിൻ്റെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വർണ്ണനകൾ. അഗ്നി ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം ചെയ്യാം? അഗ്നി ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാം? അഗ്നി ഉപയോഗിച്ചിട്ട് വെള്ളത്തെ വേണ്ടിയിട്ട് തിളപ്പിക്കാം, ചൂടുവെള്ളമാക്കാം. വേണ്ടിക്ക് അയിലും തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്താക്കാം? നീരാവി കാണാത്ത രൂപത്തിൽ അങ്ങ് പോകും. എല്ലാം അഗ്നി വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ ഐസ് കട്ടമായി കിട്ടും. അപ്പോൾ എല്ലാവരും പല രൂപത്തിൽ അഗ്നിയെ സ്തുതിക്കുകയാണ്. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നി ഊർജത്തെ ഉപയോഗിക്കുകയാണ്. നമ്മൾ ഊർജതന്ത്രം പഠിക്കുമ്പോൾ അവിടെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ആ അഗ്നിയുടെ സ്വഭാവ വിശേഷങ്ങളും ഗുണങ്ങളും അതിനെക്കൊണ്ട് എങ്ങനെയെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അഗ്നിയുടെ ആ കഴിവിനെയാണ്, ദിവ്യത്വത്തെയാണ് സ്തുതിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 36 2. ജനാസോ അഗ്നിന്ദധിരേ സഹോ വൃദ്ധം ഹവിഷ്മന്തോ വിധേമതേ സത്വം നോ അദ്യ സുമന ഇഹാവിദാ ഭവ വാജേഷു സന്ധ്യ. മനുഷ്യർ വഹിച്ചിരിക്കുന്ന ശക്തനായ അഗ്നിയെ നമുക്ക് ഹവിസിനാൽ തൃപ്തിപ്പെടുത്താം. നീ പ്രസന്നനായി യുദ്ധത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഹവിസിനാൽ നമുക്ക് നമ്മുടെ ഏറ്റവും ശക്തിമാനായ ഈ അഗ്നിയെ മനുഷ്യരായ നമ്മൾ ഹവിസിനാൽ തൃപ്തിപ്പെടുത്താമെന്ന് പറയുകയാണ്. അഗ്നിക്കിന് എന്ത് വേണം? ഹവിസ് അർപ്പിച്ചിട്ട് അപ്പോഴത് തൃപ്തിപ്പെടും. അഗ്നിക്കർപ്പിക്കണം. അഗ്നിക്കർപ്പിച്ചു കഴിഞ്ഞാൽ ഏതും അഗ്നിക്കർപ്പിച്ചു കഴിഞ്ഞാൽ അത് തൃപ്തിപ്പെടുത്തും.
അത് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധനം തരും. ഉദാഹരണമായിട്ട് നമ്മൾ അരിയും വെള്ളവും പാത്രത്തിലാക്കി നല്ല വൃത്തിയുള്ള പാത്രത്തിൽ കഴുകി ശുദ്ധമാക്കി, പാത്രമെല്ലാം നല്ലോണം കഴുകി, അരിയും നല്ലവണ്ണം കഴുകി ശുദ്ധമായി അരിയെടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് അഗ്നിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അഗ്നി തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അഗ്നി എന്ത് തരും? നമുക്ക് നല്ല ചോറ് തരും. നേരെ മറിച്ച് ഒരുമാതിരി അരിയൊന്നും കഴുകാതെ വൃത്തിയില്ലാത്ത പാത്രത്തിൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊന്നും ഇടാതെ അഗ്നിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അഗ്നിക്ക് തൃപ്തിയില്ല. അഗ്നിയെ ബഹുമാനിക്കണം. നല്ല ശുദ്ധമായ പാത്രത്തിൽ അതിനെ ബഹുമാനിച്ചുകൊണ്ട് നല്ല ശുദ്ധമായ അരിയെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി തൃപ്തിയാകും, നമുക്ക് നല്ല അരി തരും. എല്ലാം ഒരുമാതിരി കാട്ടിക്കൂട്ടി ഇന്നാ അഗ്നി പിടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി ഇതാന്ന് പറഞ്ഞിട്ട് തോന്നുന്ന അരി നിങ്ങൾക്ക് നമുക്ക് തരും. ഇവിടെ അഗ്നിയെ തൃപ്തിപ്പെടുത്തുക, ഹവിസ്സുകളാൽ അഗ്നിയെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ അത് ദാനവാനാണ്, വലിയ ദാനം ചെയ്യുന്നവനാണ്. അതെന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടംമാതിരി നല്ല ചോറ് തരും. അതുമാതിരി എന്ത് രാസവസ്തുക്കൾ കൊടുത്താൽ, എന്ത് വസ്തുക്കൾ കൊടുത്താലും നല്ല IC കിട്ടും, ഇലക്ട്രോണിക്സ് കപ്പാസിറ്റർ എന്തും ഉണ്ടാക്കിത്തരും, അല്ലെങ്കിൽ മരുന്നുകൾ ഉണ്ടാക്കിത്തരും, എല്ലാം അത് ശുദ്ധമായ നല്ല സാധനങ്ങൾ തരും. അഗ്നിക്ക് അർപ്പിക്കട്ട മാതിരി അതിനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി എന്ത് ചെയ്ത് തരും? നമുക്ക് അത് ദാനം തരും. വലിയ ദാനവാനാണ്. നമ്മൾ അതിനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ അഗ്നി നമുക്ക് തരും. നീ പ്രസന്നനായ യുദ്ധത്തിൽ നമ്മളെ രക്ഷിക്കും. അതപ്പോൾ സന്തോഷമാവും. സന്തോഷമായാൽ പിന്നെ അതെന്ത് ചെയ്യും? യുദ്ധത്തിൽ നമ്മളെ രക്ഷിക്കും. നമ്മൾ എന്തിനാണ് അഗ്നിക്ക് കൊടുക്കുന്നത്? ആ അരി ഭയങ്കര ഹാർഡാണ്. അരി എന്നൊരു കടിച്ചു കയറുമ്പോൾ എൻ്റെ പല്ല് പോലും പൊട്ടിപ്പോകും. അരി മസിൽ പിടിച്ച് കിട്ടും. അങ്ങനെ തന്നെ നീ കടിച്ച് പൊട്ടിച്ച് തിന്നണ്ട. എൻ്റെ പല്ല് പോലും ചിലപ്പോൾ എന്തായിപ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ അത് എതിർക്കുകയാണ്, നമുക്ക് തിന്നാൻ സാധിക്കുന്നില്ല. അത് എതിർക്കുകയാണ്, അരി എതിർക്കുകയാണ് നമ്മളെ പല്ലിനെ. പല്ല് പൊട്ടിക്കാൻ നോക്കുമ്പോൾ അരി എതിർക്കും, പല്ലിനെ പൊട്ടിക്കും. അപ്പം അഗ്നിക്ക് എല്ലാം തൃപ്തിപ്പെടുത്തി വെള്ളമെല്ലാം വെച്ച് ശാസ്ത്രത്തിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി അതിൻ്റെ അകത്ത് കയറിയിട്ട് അത് യുദ്ധം ചെയ്തിട്ട് അതിൻ്റെ എതിർപ്പുകളെ മുഴുവൻ നശിപ്പിക്കും. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ബോണ്ടുകളെല്ലാം പൊട്ടിച്ചിട്ട് നല്ല പദമായി തീർക്കും. അപ്പം ഇവിടെയാണ് ന്യൂട്ടന്റെ 3 ലോ പ്രധാനമായിട്ട് വരുന്നത്. സത്വ, രജോ, തമോ ഗുണം. ന്യൂട്ടന്റെ ഫസ്റ്റിലും എല്ലാ അരിക്കും അതേപോലെ നിൽക്കാനാണ് ടെൻഡൻസി. അരിക്ക് ആ കട്ടിയായിട്ട് നിൽക്കുന്നതാണ് ടെൻഡൻസി, അതിൻ്റെ ഇഷ്ടം അതാണ്. അതിൽ നിന്നും അതിനെ മാറ്റണ്ടെങ്കിൽ നമ്മൾ അഗ്നിയുടെ സഹായത്താൽ ബലം പ്രയോഗിക്കണം. അതിൻ്റെ എതിർപ്പിനെ മറികടക്കുന്ന ബലം പ്രയോഗിക്കുമ്പോൾ അതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, അല്ലെങ്കിൽ രജോ ഗുണം. അപ്പോൾ അത് ഒരു റിയാക്ഷൻ ഉണ്ടാകും, അതിനെ എതിർക്കുന്ന ഒരു ശക്തി അവിടെ ഉണ്ടാകും. അങ്ങനെ തന്നെ പദം വരുത്തേണ്ടെന്ന് ഈ അഗ്നി ശ്രമിക്കും. കാരണം അതിന് അതേപോലെ നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പം നമ്മൾ അതിനാണ് അഗ്നിയുടെ സഹായത്താൽ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ അഗ്നി എന്ത് ചെയ്യും? അവിടെ ഒരു യുദ്ധം നടക്കുകയാണ്. ആക്ഷനും റിയാക്ഷനും തമ്മിൽ, രജോ ഗുണവും തമോ ഗുണവും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന ഏറ്റുമുട്ടലിൽ അഗ്നിയാണ് അവിടെ നമ്മളെ സഹായിച്ചിട്ട് ആ ശത്രുവിനെ, തടസ്സത്തെ, റിയാക്ഷനെ, തമോ ഗുണത്തെ ഇല്ലാതാക്കിയിട്ട് പുതിയൊരു വസ്തുവായി സത്വഗുണമുള്ള ഒരു പുതിയ വസ്തു അവിടെ രൂപം കൊള്ളും. അതാണ് ചോറ്. ഇത് ഏതൊരു കർമ്മത്തിലും ഒരു ഏറ്റുമുട്ടലാണ്, ഒരു യുദ്ധമാണ് നടക്കുന്നത്. ഒരു കല്ല് പൊട്ടിക്കുമ്പോഴും കല്ലെതിർക്കും, നമ്മൾ ബലം പ്രയോഗിച്ചിട്ട് അത് പൊട്ടിക്കാൻ നോക്കും. ഒരു യുദ്ധം നടക്കും, അവിടെ ആക്ഷനും ഉണ്ടാവും, റിയാക്ഷനും ഉണ്ടാവും.
അതിൽ നമ്മളെ ഊർജത്തിൻ്റെ സഹായത്താൽ ഈ റിയാക്ഷനെ തമോ ഗുണത്തെയും മറികടന്നുകൊണ്ട് പുതിയൊരു കല്ല് വേർപെടും. ഇപ്പം ഏത് കർമ്മത്തിലും ഒരു യുദ്ധമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ യുദ്ധത്തിൽ ഞങ്ങളെ രക്ഷിക്കണേ, നമ്മൾ അരിയായിട്ട് ഒരു ഗുസ്തി പ്രയോഗിക്കുകയാണ്, മത്സരം, ഒരു യുദ്ധം നടത്തുകയാണ്, അതിനെ പദമുള്ളതാക്കി മാറ്റുകയാണ്. ഇനി മൂന്നാമത്തെ മന്ത്രം ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 36-3. പ്രത്യാദൂതം വൃണീമഹേ ഓദാരം വിശ്വവേദസം മഹസ്തേ സദോ വിചരന്ത്യർച്ചയോ ദിവി സ്പൃശന്തി ദാനവഹ. ഐശ്വര്യമുള്ളവനും ദേവദൂതനും ഹോതാവുമായ അഗ്നിയെ ഞങ്ങൾ വരിക്കുന്നു. മഹാനും സത്യസ്വരൂപനുമായ അഗ്നിയുടെ ജ്വാലാനാളങ്ങൾ ആകാശം വരെ ഉയരുന്നു. മൂന്നിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ ഐശ്വര്യമുള്ളവനെ, അതായത് നമ്മുടെ എല്ലാ ഐശ്വര്യത്തിനും കാരണം ഊർജമാണ്, അഗ്നിയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഓജസ് നിലനിർത്തുന്നു അഗ്നിയാണ്. ചത്തുപോയാൽ തണുത്തു. അപ്പം എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നവനാണ്, ഐശ്വര്യവാനാണ്, ദേവദൂതനാണ്. ദേവന്മാരെ എല്ലാം വിളിക്കും. ദേവദൂതൻ എന്ന് പറഞ്ഞാൽ ദൂത് പോകുന്നവനുമാണ്. ഈ ഊർജം ഉപയോഗിച്ചിട്ടാണ് ദൂത് പോകുക എന്ന് പറഞ്ഞാൽ സന്ദേശങ്ങൾ കൈമാറുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാക്കിൽ പല അർത്ഥങ്ങളുണ്ട്. ദേവദൂതൻ എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിലെടുക്കാം. ദേവന്മാരെ എല്ലാം വിളിച്ചിട്ട് യോജിപ്പിക്കുന്നത്. നമ്മൾ ഒരു വിറക് കത്തിക്കുമ്പോൾ, അഗ്നി എടുക്കുമ്പോൾ, അഗ്നി ആ വിറകിനെ അവിടെ നിന്ന് എടുക്കും, വിറകിൻ്റെ കഷ്ണത്തെ എടുക്കും. വായു ഒരു ദേവനാണ്, വിറകൊരു ദേവനാണ്, വായു ഒരു ദേവനാണ്. വായുവിനെയും വിളിക്കും. എന്നിട്ട് രണ്ടിനെയും വിളിച്ചിട്ട് അവിടെ കത്തിയിട്ടാണ് എന്താകുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിട്ട് തീ കത്തുന്നത്, വെളിച്ച് ഊർജ്ജം പുറത്തേക്ക് വരുന്നത്. അപ്പം അഗ്നി എന്ത് ചെയ്യും? മറ്റുള്ള ദേവന്മാരെ വിളിക്കും. ദേവന്മാരെ വിളിക്കുന്നത് ഇപ്പം ചോറ് വെക്കുമ്പോഴാണെങ്കിലും അഗ്നി കൊടുത്താൽ കണ്ടില്ലേ, വെള്ളം ഇങ്ങനെ ചായപ്പൊടിയിലിട്ടും ഇങ്ങനെ തിളക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പം വെള്ളം ഓടി വരും, ആ ചൂടുള്ളടുത്ത് ചായപ്പൊടി ഓടി വരും. അത് തമ്മിലൊരു യുദ്ധം നടന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് പല എല്ലാം പുറത്തേക്ക് വരും. അങ്ങനെയാണ് ചായയായിട്ട് മാറുന്നത്. അപ്പം എല്ലാത്തിനെയും വിളിക്കും. അഗ്നി കത്തുമ്പോഴേക്ക് വായു എല്ലാം അതിൻ്റെ അടുത്തേക്ക് ഓടിപ്പിടിച്ച് വരും. വായു ദേവദൂതനാണ്. വിറക് അതും വരും. അതെല്ലാം കൂടിയിട്ടാണ് കത്തുന്നത്. അപ്പം ദേവദൂതൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെയെല്ലാം വിളിച്ചിട്ട് ചേർപ്പിക്കും. ഇപ്പം നമ്മളൊരു പായസം വെക്കുമ്പോൾ, ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ വെണ്ടയ്ക്ക് എല്ലാം അതിനകത്ത് ഇടുന്നുണ്ടെങ്കിൽ ഇത് ചൂടാക്കുമ്പോൾ ആ ചൂട് കൊണ്ട് എല്ലാം ഓടിക്കൂടി അതിൻ്റെ അടുത്തേക്ക് വരും, ചൂടിൻ്റെ അടുത്തേക്ക്. എന്നിട്ടാണ് വെണ്ടയ്ക്ക എല്ലാം എന്തായി പോകാൻ തിളച്ചു മറയുന്ന കണ്ടിട്ടില്ലേ? എല്ലാം അതിൻ്റെ അടുത്തേക്ക്, അഗ്നിൻ്റെ അടുത്തേക്ക് ചുവട് പിടിച്ച് വരികയാണ്. അത് പൊട്ടുകയാണ്. അപ്പം മുകളിലേക്ക് വന്നു വേറെ അതിൻ്റെ അടുത്തേക്ക് വരും. എല്ലാത്തിനെയും വസ്തുക്കളെ, ദേവതകളെ, എല്ലാ വസ്തുക്കളെയും അഗ്നി അട്രാക്ട് ചെയ്തിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് പുതിയൊരു വസ്തു, സാമ്പാറായാലും എന്തും ഉണ്ടാക്കുന്നത്. അപ്പം അഗ്നി ദേവദൂതനാണ്. എല്ലാത്തിനെയും വിളിച്ചുകൊണ്ടുവരും, ക്ഷണിക്കും. വേറൊരു തരത്തിൽ ദേവദൂതൻ എന്ന് പറഞ്ഞാൽ ദൂത് പോകുന്നവൻ. ദൂരെയുള്ള സ്ഥലത്തേക്കും ദൂത് പോകും, മറ്റുള്ള ദേവതകളിലേക്ക് ദൂത് പോകും. മനുഷ്യനും ദേവത തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് ഒരു വാർത്ത അമേരിക്കയിൽ ഒരാളെ അയക്കണ്ടെങ്കിൽ ഊർജത്തിൻ്റെ സഹായത്താൽ അയച്ചു കഴിഞ്ഞാൽ മൊബൈൽ എടുത്ത് സംസാരിക്കുമ്പോൾ അത് ദൂത് പോകും. തരംഗരൂപത്തിൽ ഊർജം, വേവായിട്ട് എന്നിട്ട് അവിടെ അത് ദേവദൂതനാണ്. അതാണ് പറഞ്ഞ ഒരു വേദവരികൾക്ക് എല്ലാ സയൻസിലുള്ള അർത്ഥങ്ങളും എടുത്തുകൊണ്ട് വേണം നമ്മൾ കാണാൻ. ഇതിപ്പം ഞാൻ ഫിസിക്സ് അറിയുന്നതുകൊണ്ട് ഫിസിക്സ് പറയുന്നു, കെമിസ്ട്രി അറിയുന്നതുകൊണ്ട് കെമിസ്ട്രി പറയുന്നു. പക്ഷെ ഒരു മെഡിസിൻ്റെ ആളാണെങ്കിൽ അയാൾ പറയുന്ന ജനിതക ഘടനയിൽ അഗ്നി എന്തെല്ലാണ് ചെയ്യുന്നത് എന്നായിരിക്കും. ജനിതക ഘടനയിൽ ഇപ്പോൾ അണ്ടവും ബീജവും തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവിടെയും ഊർജം പലതും ചെയ്യുന്നുണ്ട്.
എല്ലാ ഊർജത്തിന്റെ സഹായത്താലാണ് ചലിക്കുന്നതും കൂടിച്ചേരുന്നതും എല്ലാം. അപ്പൊ അവര് സംസാരിക്കാൻ പോകുന്ന വിഷയം ഏതിനെ പറ്റിയായിരിക്കും? അതിൻ്റെ അകത്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ പറ്റിയാണ്. അപ്പം പല വിഷയങ്ങളും വരുന്നുണ്ട് വേദവരികളിൽ. ഇപ്പം എത്രയോ വ്യാഖ്യാനിക്കുന്നുണ്ട്. നമുക്കിപ്പം ഏകദേശം അതിൻ്റെ ഐഡിയയും പറഞ്ഞുകൊണ്ട് പോകാം. ഇപ്പം ദേവദൂതനാണ്, ഹോതാവാണ്. ഹോതാവ് എന്ന് പറയുമ്പോൾ എല്ലാറ്റിനെയും നേതൃത്വം കൊടുക്കുന്ന ആരാണ്? അഗ്നിയാണ്. ആ യജ്ഞം നടത്തുന്നത് നമ്മളിപ്പോൾ അരിയും വെള്ളവും പാത്രത്തിലിട്ട് അങ്ങ് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ അഗ്നിയാണ് അതിനകത്ത് കൊടുക്കുമ്പോഴാണ് ഇതിനെല്ലാം വലിച്ചു കെട്ടി എല്ലാത്തിനെയും അടുപ്പിച്ച് വെള്ളത്തെയും അരിയെല്ലാം വലിച്ച് അതിൻ്റെ അകത്ത് കയറി അതിനെല്ലാം മാറ്റമെല്ലാം വരുത്തുന്നത്. അപ്പം അത് ഹോതാവ് കൂടിയാണ്. ഹോതാവ് എന്ന് പറഞ്ഞാൽ ആ കർമ്മത്തിന് മുന്നിട്ടിറങ്ങി ചെയ്യുന്നവർ. നമ്മൾ ചെയ്യുന്നതും എന്താണ്? നമ്മൾ ഈ പാത്രത്തിൽ അരിയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അകത്ത് കുറേ കാര്യം നടക്കുന്നുണ്ട്. അതിൻ്റെ ഹോതാവ് ആരാണ്? യഥാർത്ഥ ഹോതാവ് ആരാണ്? അഗ്നിയാണ്. അങ്ങനെയുള്ള അഗ്നിയെ ഞങ്ങൾ വരിക്കുന്നു, സ്വീകരിക്കുന്നു. കാരണം അഗ്നിയെ ഇങ്ങനെ പല രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അഗ്നിയെ നമ്മൾ സ്വീകരിക്കുന്നു. മഹാനാണ്, സത്യസ്വരൂപനാണ്. സത്യത്തിനനുസരിച്ചേ അത് ചെയ്യുകയുള്ളൂ. അല്ലാതെ കൈക്കൂലി കൊടുത്താലൊന്നും അഗ്നിയുടെ അടുത്ത് ഒരു പരിപാടിയും നടക്കില്ല. ഉദാഹരണമായിട്ട് വെള്ളം തിളക്കണ്ടിക്കല് ഒരു പാത്രത്തിലെ വെള്ളം തിളക്കുന്നതിന് ഇത്ര ഊർജം വേണമെന്നുണ്ട്. അത് കൊടുത്താലേ അത് തിളക്കുകയുള്ളൂ. 100 ഡിഗ്രി എത്തിയാലേ അത് തിളക്കുകയുള്ളൂ. അല്ലാതെ അഗ്നിക്ക് കൈക്കൂലിയൊന്നും കൊടുത്തിട്ട് തിളപ്പിക്കാമെന്ന് വെച്ചാൽ നടക്കില്ല. അപ്പൊ അഗ്നി എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സമയമുണ്ട്. സയൻസിന്റെ അടിസ്ഥാനത്തിൽ സമയമുണ്ട്. ആ സയൻസ് തത്വം അനുസരിച്ചേ അത് ചെയ്യുകയുള്ളൂ. ഒരടി ഒരു സൂചിക്കുത്ത് അത് മാറുകയില്ല. മാറില്ല. ഒരു പാത്രത്തിലെ വെള്ളം, ചെറിയൊരു പാത്രത്തിൽ ഒരു ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രത്തിലെ വെള്ളവും 10 ലിറ്റർ കൊള്ളുന്ന പാത്രത്തിലെ വെള്ളവും തിളപ്പിക്കണ്ടെങ്കിൽ കൊടുക്കുന്ന ഊർജത്തിനൊരു കണക്കുണ്ട്. പുറത്തെല്ലാം വേസ്റ്റ് ആകുന്നതല്ല, വേസ്റ്റ് ഒന്നും ആകുന്നില്ല എന്ന് വെച്ചോ, എങ്കിൽ ആ കണക്ക് കൊടുത്താലേ അത് തിളക്കും. അല്ലാതെ അഗ്നീനെ വിളിച്ചിട്ട് 2 സ്തുതിച്ചിട്ട് അഗ്നീനെ പറ്റി 2 സ്തുതിയും നടത്തിയിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ വേഗം ചൂടാവും ഇല്ല. അതുകൊണ്ട് സത്യസ്വരൂപനാണ്. ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണോ പറഞ്ഞത് അതേ അത് ചെയ്യുകയുള്ളൂ. അതിൻ്റെ അപ്പുറം അതൊന്നും ചെയ്യില്ല. അങ്ങയുടെ ജ്വാലകൾ എന്താണ്? ആകാശം വരെ ഉയരും. അങ്ങയുടെ ജ്വാലകൾ ആകാശം വരെ ഉയരും എന്ന് പറഞ്ഞാല് ആകാശം എവിടെയാണ്? അങ്ങ് ദൂരെയുള്ള സ്ഥലമാണ് ആകാശം. അന്തരീക്ഷമല്ല, ആകാശം. അത് ഏത് ജ്വാലകളാണ് ഉയരുന്നത്? ദേവദൂതൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് പറയുന്നത്. ഏത് ആയിരിക്കും? തരംഗങ്ങളായിരിക്കും, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിരിക്കും, റേഡിയോ വേവ്സ് ആയിരിക്കും, നമ്മളയക്കുന്ന സിഗ്നൽസ് ആയിരിക്കും. ടെലികമ്മ്യൂണിക്കേഷൻ വേവ്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ആകാശം വരെ. അല്ലാതെ നമ്മൾ തീ കത്തിക്കുന്ന ആകാശം വരെ ഒന്നും പോയില്ല. അപ്പൊ ആകാശം വരെ ഉയരും എന്ന് പറയുമ്പോൾ അവിടെ ഏത് അർത്ഥത്തിൽ എടുക്കണം? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന തരംഗത്തെ അവിടെ അതിനെപ്പറ്റി ചിന്തിക്കണം. ഇനി 4 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 36 4 ദേവാസസ്ത്വാ വരുണോ മിത്രോ അര്യമ തം ദൂതം രത്നമിന്ധതേ വിശ്വംസോ അഗ്നി ജേതി ത്വയാ ധനം യസ്തേ ദദാശമർത്യഃ. അഗ്നിയെ പുരാണ പുരുഷനും വരുണനും മിത്രനും അര്യമാവും പ്രകാശിപ്പിക്കുന്നു. അഗ്നിക്ക് ഹവിസ് നൽകുന്ന സാധകൻ എല്ലാ സമ്പത്തും പ്രാപിക്കുന്നു. അഗ്നിയോട് പറയുകയാണ്, നിന്റെ പുരാണ പുരുഷന്മാരെ പ്രകാശിപ്പിക്കുന്നു. പുരാണ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തുള്ളവരും അഗ്നിയെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അന്ന് അവർ വിളക്ക് കത്തിച്ചിട്ട് എല്ലാം പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അഗ്നിയുടെ പ്രകാശം കൊണ്ട് തന്നെയാണ് അന്ന് അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ പണ്ടുള്ളവരും അഗ്നിയെ വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്.
വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റ്. ഓർബിറ്റിൽ നിന്നാണ് ഊർജം പുറത്തേക്ക് വരുന്നത്. ആറ്റങ്ങളിൽ നിന്നാണ്. ആറ്റങ്ങളിൽ രാസപ്രവർത്തനം നടത്തുമ്പോഴാണ് ഈ ഊർജം പുറത്തേക്ക് വരുന്നത്, വെളിച്ചം പുറത്തേക്ക് വരുന്നത്. ആറ്റത്തിലുള്ള ഓർബിറ്റിലെ ഇലക്ട്രോൺ പുറത്തേക്ക് ചാടുമ്പോഴാണ് വെളിച്ചം വരുന്നത്. അപ്പോൾ ഓർബിറ്റൽ എനർജി, ഇലക്ട്രോണിൻ്റെ എനർജി എന്നിവയെല്ലാമാണ് എന്തായിട്ട് മാറുന്നത്? വെളിച്ചമായിട്ട് മാറുന്നത്. അപ്പം വരുണൻ എന്ന് പറഞ്ഞാൽ ഓർബിറ്റാണ്. അപ്പോൾ ഓർബിറ്റിലുള്ള എനർജി, ഓർബിറ്റൽ എനർജി അല്ലെങ്കിൽ ആറ്റത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണുകളാണ് വൈദ്യുതിയായിട്ട് മാറുന്നതും പ്രകാശം പുറത്തേക്ക് അല്ലെങ്കിൽ കത്തുമ്പോഴെല്ലാം അവിടുന്ന് ഫ്രീ ആയിട്ട് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിലെ എനർജിയാണ് പ്രകാശമായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പം വരുണനുണ്ട്, മിത്രനുണ്ട്. മിത്രൻ എന്ന് പറഞ്ഞാൽ അനുകൂലമായ സാഹചര്യങ്ങളിലേ അത് പുറത്തേക്ക് വരികയുള്ളൂ. അപ്പം അനുകൂലമായ സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഇടിമിന്നൽ, അനുകൂലമായ സാഹചര്യങ്ങൾ കൂട്ടിമുട്ടേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ മിന്നലുണ്ടാകും, എന്നിട്ട് വെളിച്ചം വരും. അപ്പോൾ അനുകൂല സാഹചര്യങ്ങളിൽ മേഘങ്ങളിൽ രണ്ട് വ്യത്യസ്ത ചാർട്ടുള്ള മേഘങ്ങൾ കൂടിച്ചേരുമ്പോൾ മിന്നൽ, എല്ലാ കാലത്തൊന്നും മിന്നൽ ഉണ്ടാകുന്നില്ല ആകാശത്ത്. അപ്പം അനുകൂല സാഹചര്യങ്ങളിലാണ് പ്രകാശിക്കുന്നത്. ആര്യമാവ് എന്നെല്ലാം പറയുമ്പോൾ സൂര്യനായിട്ട് എടുത്താൽ മതി. സൂര്യനും നമുക്ക് പ്രകാശം നൽകുന്നുണ്ട്. അപ്പം അഗ്നി പ്രകാശരൂപത്തിൽ പണ്ട് കാലത്തും ഇന്നും അനുകൂല സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് രാസപ്രവർത്തനത്തിലൂടെയാണ്. അവിടെ ഓർബിറ്റിലെ എനർജിയാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. ഓർബിറ്റിലുള്ള ഇലക്ട്രോൺ പുറത്തേക്ക് ചാടുമ്പോൾ ഓർബിറ്റൽ എനർജി അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എനർജി, ഇതെല്ലാം കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്, ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അവതിൽ നിന്നാണ് പ്രകാശം ഉണ്ടാകുന്നത്. അപ്പം പ്രകാശം ഉണ്ടാകണമെങ്കിൽ സൂര്യനിൽ നിന്ന് കിട്ടും. അനുകൂലമായ സാഹചര്യങ്ങളിൽ ഓർബിറ്റിൽ നിന്നെല്ലാം നമുക്ക് ഇങ്ങനെ വെളിച്ചത്തെ ഉണ്ടാക്കിയെടുക്കാം ഇലക്ട്രിസിറ്റി രൂപത്തിൽ. അങ്ങനെ നിനക്ക് ഹവിസ് നൽകുന്ന വ്യക്തികൾ എന്ത് പറ്റുന്നു? സമ്പത്ത് പ്രാപിക്കുന്നു, സമ്പത്ത് നേടുന്നു. അങ്ങനെ അഗ്നിയെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാം. ഇന്ന് പലതരം ബൾബുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തെല്ലാം തരം ബൾബുകൾ, ബൾബ് വ്യവസായം എന്നെല്ലാം പറയുന്നത് ഭയങ്കര സമ്പത്ത് ഉണ്ടാക്കാൻ തന്നെയാണ്. ബൾബിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണ് ആ ഓർബിറ്റിലുള്ള എനർജിയാണ് പുറത്തേക്ക്, ഇലക്ട്രോണിനെ പുറത്തേക്ക് ചാടിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഊർജം പുറത്തേക്ക് വരുന്നത്. പലതരം ട്യൂബുകളിലെല്ലാം എല്ലാറ്റിലും ഈ ഊർജത്തെ ഉപയോഗിച്ചുകൊണ്ടാണ്. പ്രകാശത്തിൻ്റെ ഉപകരണങ്ങൾ തന്നെ അത്രയും ഉണ്ടല്ലോ. ടി വിയിൽ തന്നെ എന്താണ് പ്രകാശമല്ലേ പുറത്തേക്ക് വരുന്നത്, പിക്ചറായി. അതിലൂടെയെല്ലാം എന്തെല്ലാം തരം സമ്പത്തുകളാണ് നമ്മൾ നേടുന്നത്. എന്നൊന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പം വളരെയധികം സമ്പത്ത് നേടും. ഇനി അഞ്ചാമത്തേൽ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 36-5. മദ്രോഹോദാ ഗൃഹപതിരഗ്നി ദൂതോ വിശാമസി ത്വേ വിശ്വാ സംഗതാനി വൃഥാ ധ്രുവായാനി ദേവ ആകൃണ്വതാം. അഗ്നി മനസ്സിനെ പ്രസന്നനാക്കുന്നവനും പ്രജകളുടെ സ്വാമിയും ഗൃഹപാലകനും ദേവദൂതനുമാണ്. ദേവതകളുടെ എല്ലാ കർമ്മങ്ങളും അഗ്നിയിൽ നിന്ന് ലഭിക്കുന്നു. അഗ്നിയോട് പറയുകയാണ്, നീ മനസ്സിനെ പ്രസന്നമാക്കുന്നവനാണ്. മനസ്സിനെ പ്രസന്നമാക്കും. എങ്ങനെയെല്ലാം പ്രസന്നനാക്കും? ഊർജത്തിൻ്റെ സഹായത്താൽ, ചന്ദ്രൻ്റെ ഊർജത്തിൻ്റെ സഹായത്താൽ. രാത്രി സന്ധ്യാസമയം രാത്രി പോയിരുന്നു കഴിഞ്ഞാൽ ചന്ദ്രനിൽ നിന്ന് വരുന്ന ഊർജം, വെളിച്ചം മനസ്സിനെ പ്രസന്നമാക്കും. ടി വി കാണുമ്പോൾ പ്രസന്നമാക്കും, മൊബൈൽ കാണുമ്പോൾ പ്രസന്നമാകും. അതിൽ നിന്നെല്ലാം വരുന്നത് എന്താണ്? ഊർജം തന്നെയാണ്, അഗ്നി തന്നെയാണ്. പ്രകാശരൂപത്തിലെല്ലാം പടങ്ങളായിട്ടെല്ലാം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും? മനുഷ്യനെ പ്രസന്നനാക്കും.
പ്രജകളുടെ സ്വാമിയാണ്. നമ്മുടെ എന്ത് കാര്യങ്ങൾ നടത്തണമെങ്കിൽ അഗ്നി നമ്മൾ സഹായിപ്പിച്ചു തരും. ഊർജത്തിൻ്റെ സഹായത്താൽ എല്ലാ ജനങ്ങളെയും അത് രക്ഷിക്കുന്നതുകൊണ്ട് അതിൻ്റെ സ്വാമിയാണ്, പ്രജകളുടെ സ്വാമിയാണ്, ഗൃഹപാലകനാണ്, ഗൃഹത്തെ പാലിക്കുന്നത്. നമ്മളെ വീട്ടിൽ എന്തെല്ലാം വേണോ അതെല്ലാം പാലിക്കുന്നത് ആരാണ്? അഗ്നിയാണ്. ഭക്ഷണം പാകം ചെയ്യേണ്ടിക്കലും നമുക്ക് തന്നെ ജീവിത ശരീരം നിലയിൽ കണ്ടിക്കലും അഗ്നി വേണം. സംസാരിക്കണ്ടിക്കലെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ഊർജം വേണം. വീട്ടിൽ വേണ്ടിക്കൽ ഫാന് തിരിച്ചിട്ട് തണുപ്പ് കിട്ടണ്ടിക്കൽ ഫാന്, തണുത്ത വെള്ളം കുടിക്കണ്ടിക്കൽ ഫ്രിഡ്ജ്, ഇതിലെല്ലാം എന്താണ് ഉപയോഗിക്കുന്നത്? അഗ്നിയാണ്. അപ്പം ഗൃഹപാലകനാണ്, ദേവദൂതനുമാകുന്നു. ദേവന്മാരെ, അതായത് സിഗ്നലായി ദേവദൂതന്മാർ എത്രയും ദൂരെയുള്ളവർക്ക് സിഗ്നൽ സന്ദേശങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്നത്. ഇന്ന് മൊബൈൽ ഉപയോഗിച്ചിട്ടാണല്ലോ ഏത് സമയമുള്ള പരിപാടി. അപ്പം വലിയ ദേവദൂതനും ആണ്. ദേവതകളുടെ എല്ലാ കർമ്മങ്ങളും നിന്നിൽ നിന്നാണ് ലഭിക്കുന്നത്. നമ്മൾ എന്ത് വസ്തു ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ എന്താണുള്ളത്? അഗ്നിയാണ് ഉള്ളത്. ഒരു മെഴുകുതിരി ദേവതയാണ്, തിരിയല്ലും മെഴുകുകൊണ്ട് തിരിയുണ്ട്. അതിൽ നിന്നും നമുക്ക് അഗ്നി എന്ത് ചെയ്യും? പ്രകാശം. വെറുതെ അത് മെഴുകുതിരി വെളിച്ചം തരുമില്ല. മെഴുകുതിരിക്കും വെളിച്ചം തരാനുള്ള കഴിവില്ല, അതിനകത്തുള്ള തിരിക്കും വെളിച്ചം തരാനുള്ള കഴിവില്ല. പക്ഷേ രണ്ടിലും അഗ്നി ചേരുമ്പോൾ ആ ദേവതകളിൽ നിന്ന്, ആ വസ്തുക്കളിൽ നിന്ന് നമുക്ക് ഉപയോഗപ്രദമായ ആ വസ്തുക്കൾക്കാണ് ദേവത എന്ന് പറയുന്നത്. മെഴുകുതിരി ദേവത മെഴുകുദേവതയാണ്, തിരിദേവതയാണ്. അത് രണ്ടിനെയും അഗ്നി പ്രവേശിക്കുമ്പോൾ ആ ദേവതകളിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന എന്ത് ചെയ്യുന്നു? എല്ലാ കർമ്മങ്ങളും അതിൽ നിന്ന് അഗ്നി നേടിത്തരുന്നു. അഗ്നിയാണ് ഈ ദേവതകളെ എല്ലാം ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്തിട്ട് നമുക്ക് വേണ്ട തരത്തിൽ, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന തരത്തിൽ അതിനെ മാറ്റിയെടുത്ത് തരുന്നത്. അടുത്തതല്ല, അടുത്തേക്കാണ്.